Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ തിയറി കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride, determine the mass percentage of carbon tetrachloride. കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മാസ് പെർസെൻറ്റേജും അതുപോലെ ബെൻസീൻ്റെ രണ്ടിനെ CCl4ൻ്റെയും ബെൻസീൻ്റെയും മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ബെൻസീൻ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 22 ഗ്രാം ബെൻസീൻ 122 ഗ്രാം കാർബൺ ടെട്രാക്ലോറൈഡ് ഡിസോൾവ് ചെയ്യിക്കുകയാണ്. രണ്ടിന്റെയും മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ബെൻസിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മാസ് ഓഫ് ബെൻസീൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബെൻസീൻ പ്ലസ് മാസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ഇൻറ്റു 100. അപ്പോൾ നോക്കാം, ബെൻസീന്റെ മാസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആണ്. ബെൻസീന്റെ മാസ് 22 ആണ്. 22 ഡിവൈഡ് ബൈ 22 പ്ലസ് 122 ആണ് കാർബൺ ടെട്രാക്ലോറൈഡ്. 22 പ്ലസ് 122 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 15.28% എന്ന് കിട്ടും. ഇനി മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 അതെങ്ങനെയാണ്? 122 മാസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 22 പ്ലസ് 122 ഇൻറ്റു 100. അപ്പോൾ എന്ത് കിട്ടി? 84.72% എന്ന് കിട്ടി. അപ്പോൾ ഇത് 15.28ഉം രണ്ട് കമ്പോണൻറ്റേ ഉള്ളൂ എങ്കിൽ ഒന്നിൻ്റെ പെർസെൻറ്റേജ് ഇതാണ്. 100 മൈനസ് എന്ന് ചെയ്താലും മതി. ഇത്രയും നമ്മൾ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. 100 മൈനസ് 15.28 ചെയ്താൽ നമുക്ക് അടുത്ത കമ്പോണൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ സൊല്യൂഷൻസ് ഗിവൺ ബിലോ. കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻസിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും മൊളാരിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് 30 ഗ്രാം ഓഫ് CONO3 ത്രൈസ് ഡോട്ട് 6H2O ഇൻ 4.3 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൊല്യൂട്ട് അതാണ് കൊബാൾട്ടിന്റെ നൈട്രേറ്റ് ആണ്. CONO3 ത്രൈസ് NO ത്രൈസ് പ്ലസ് 6H2. അതിന്റെ മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഫോർമുല വരിക മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ലിറ്ററിലാണ് എടുക്കുന്നത്. മില്ലി ലിറ്ററിലാണെങ്കിലും കുഴപ്പമില്ല. മുകളിൽ ഒരു 1000 കൊടുത്താൽ മതി. ഇനി അടുത്തതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേഷൻ ആണ്. മോളിക്കുലാർ മാസ് CO-ൻ്റെ 59 2 ഇൻറ്റു 14 പ്ലസ് 3 ഇൻറ്റു 16 CONO3 ട്വൈസ് എന്നാണ് ക്വസ്റ്റ്യനകത്ത്. CONO3 ട്വൈസ് എന്നാണ്. ഇനി 6 ഇൻറ്റു 18 വാട്ടർ 18 ഉണ്ട്. അങ്ങനെ മോളിക്കുലാർ മാസ് നമുക്ക് 291 എന്ന് കിട്ടും. ഇനി മോൾസ് ഓഫ് അതിന്റെ നമ്പർ ഓഫ് മോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് 30 ഡിവൈഡ് ബൈ 291 0.103 മോൾ എന്ന് കിട്ടും. ഇനി മൊളാരിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മോൾ ഡിവൈഡ് ബൈ വോളിയം. വോളിയം ഇവിടെ 4.3 ലിറ്റർ എന്ന് തന്നെയാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.03 മോളാർ 0.023 മോളാർ എന്ന് കിട്ടും മൊളാരിറ്റി. ഇനി രണ്ടാമത്തത് 30 ml ഓഫ് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡൈലൂട്ടഡ് ടു 500 ml. ഇവിടെ ഒരു മൊളാരിറ്റി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നതാണ് 30 ml ഓഫ് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ഡൈലൂട്ടഡ് ടു 100 ml. അതിന്റെ മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. രണ്ട് രീതി ചെയ്യാം. ഇതൊരു മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 ml 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ്. 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 0.5 മോളാർ എന്ന് പറഞ്ഞാൽ 0.5 മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അത് 1000 ml സൊല്യൂഷൻ. 0.5 മോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾ പ്രസന്റ് ഇൻ 1000 ml ഓഫ് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ഈസ് 0.5 മോൾ. 0.5 മോളാർ എന്ന് പറഞ്ഞാൽ 0.5 മോൾ ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഇനി അത് 1 ലിറ്റർ സൊല്യൂഷൻ ആണുള്ള 0.5 മോൾ. അത് 30 ml എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. 30 ml ഓഫ് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ആണ്. 0.5 മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 0.5 മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അത് 1 ലിറ്റർ സൊല്യൂഷനിലാണ് 0.5 മോളാർ മോൾസ് ഉള്ളത്. 30 ml അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 0.5 into 30 divided by 1000. അപ്പം
0.5 മോൾസ് എത്രയിലാണ്? 1000 ml. അപ്പോൾ 30 ml 30 ml കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ്? 30 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 0.5. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.015 മോൾ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതാണ്. 0.015 മോൾ. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ വോളിയം. ഇത് 500 ml ആണ്. 500 ml ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.5 ലിറ്ററിനായി. അപ്പോൾ എന്ത് കിട്ടുന്നു? 0.03 മോളാർ എന്ന് കിട്ടുന്നു. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നേക്ക്. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. H2S, a toxic gas with rotten like smell, is used for the qualitative analysis. If the solubility of H2S in water at STP is 0.195 molar, calculate the Henry's constant. KH ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഹെൻറീസ് കോൺസ്റ്റന്റ്? കണക്ട് ചെയ്തിട്ടുള്ള ഫോർമുല പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് സോലിബിലിറ്റി ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോലിബിലിറ്റി ഓഫ് H2S ഇൻ വാട്ടർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 0.195 m എന്ന്. ഇനി 0.195 മോളാൽ. ഇത് മോളാൽ എന്നാണ്. മോളാലാണ്, മൊളാലിറ്റി ആണ്. അതിന്റെ മീനിങ് എന്താണ്? 0.195 മോൾ ഇൻ 1 കിലോഗ്രാം സോൾവെന്റ് ആണ് അല്ലെ? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ്. അപ്പൊ 0.195 മോളാൽ എന്ന് പറഞ്ഞാൽ 0.195 മോൾസ് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ്. ഓക്കെ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അതിൽ നമ്മൾ എന്തെടുത്തു? ഈ സോൾവെന്റിന്റെ വെയിറ്റ് നമ്പർ ഓഫ് മോൾ എടുക്കുവാണ്. സോൾവെന്റ് നമ്പർ ഓഫ് മോൾ 1000 ഡിവൈഡ് ബൈ 18. 1000 ആണ് അതിന്റെ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ നമുക്ക് 55.55 അല്ലെങ്കിൽ 55.56 മോൾ എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. നമുക്ക് ഇവിടെ മോൾ ഫ്രാക്ഷൻ ആവശ്യമുണ്ടല്ലോ. ഇവിടെ KH ആണ് കണ്ടുപിടിക്കേണ്ടത്. P പാർഷ്യൽ ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ എന്നാണല്ലോ. KH ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ പിന്നെ കണ്ടുപിടിക്കാൻ പോകുന്നു. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സോൾവെന്റിന്റെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ വേണം. അതിനാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം. ഇവിടെ സോൾവെന്റ് വാട്ടർ ആണ്, സൊല്യൂട്ട് ഏതാണ്? H2S ആണ്. സൊല്യൂട്ടിന്റെ ഓൾറെഡി നമ്പർ ഓഫ് മോൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ്? 0.195. എന്തിനാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ് നമുക്കിവിടെ എന്താണ് വേണ്ടത്? മോൾ ഫ്രാക്ഷൻ വേണം. മോൾ ഫ്രാക്ഷൻ ഓഫ് H2S, സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ. H2Sന്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾ ഓഫ് H2S ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾ ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾ ഓഫ് വാട്ടർ. അപ്പൊ നമ്പർ ഓഫ് മോൾ ഓഫ് H2S ഓൾറെഡി ഉണ്ട് 0.195 ഡിവൈഡ് ബൈ 0.195 പ്ലസ് സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾ 55.56 അല്ലെങ്കിൽ 55.55. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0035 എന്ന് കിട്ടും. ഇനി പ്രഷർ അറ്റ് STP ഇതാണ് 0.987. അത് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുന്നു, ഹെൻറിയിലോ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് KH കിട്ടും 0.987 ഡിവൈഡ് ബൈ 0.0035. അപ്പോൾ നമുക്ക് 282 ബാർ എന്നതിൻ്റെ ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ റവോൾഡോന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് A and B are 450. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് A and B are 450. വേപ്പർ പ്രഷർ പ്യുവർ ലിക്വിഡിന്റെ എന്ന് പറയുമ്പോൾ P0Aയും P0Bയും കൊടുത്തിരിക്കുന്നത്. ഇത് P0A നമ്മൾ ഓൾറെഡി കഴിഞ്ഞ തിയറി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് P0A, ഇത് P0B. ഓക്കെ, ദെൻ at 350 Kelvin calculate the composition of the liquid mixture if total vapor pressure. ഇത് ടോട്ടൽ പ്രഷറാണ്, P ടോട്ടൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് P ടോട്ടൽ ആണ്. ഇനി നമുക്ക് വേണ്ടത് കോമ്പോസിഷൻ ഇൻ ദ വേപ്പർ ഫേസ് ആണ്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഓൾസോ ഫൈൻഡ് ദ കോമ്പോസിഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, നമുക്ക് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. P0Aയും P0Bയും ഉണ്ട്, ടോട്ടൽ പ്രഷറും ഉണ്ട്. റവോൾഡ് അപ്ലൈ ചെയ്തു. P ടോട്ടൽ ഈക്വൽ ടു P0A ഖൈ A പ്ലസ് P0B ഖൈ B. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ P0A ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, എന്നാലും മാറ്റിയിട്ടാലും കുഴപ്പമില്ല. P0A ഖൈ A പ്ലസ് P0B ഇൻറ്റു 1 മൈനസ് ഖൈ A. ഈ ഖൈ ബിയുടെ അവിടെ
ഖൈ എ പ്ലസ് ഖൈ ബി ഈക്വൽ ടു 1 ആണല്ലോ. ഇനി ഖൈയുടെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് ഖൈ ബി എന്ന് കൊടുക്കാം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. ഖൈ ബിയുടെ അവിടെ, ഖൈയുടെ അവിടെ അല്ല, ഖൈ ബിയുടെ അവിടെ. ഖൈ ബി ഈക്വൽ ടു 1 മൈനസ് ഖൈ എ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് പി ടോട്ടൽ കൊടുത്തു 600 ഈക്വൽ ടു P0A 450 ഇൻറ്റു ഖൈ എ പ്ലസ് 7. നമുക്ക് ഖൈ എ ഖൈ ബി അറിയില്ല അതിനകത്ത്. ഇനി 700 ഇൻറ്റു 1 മൈനസ് ഖൈ എ. അപ്പൊ എന്ത് കിട്ടി? ഖൈ എ അതിൽ നിന്ന് 0.40 എന്ന് കിട്ടി. ഇനി 0.40 ഖൈ എ ആണെങ്കിൽ ഖൈ ബി കണ്ടുപിടിക്കാൻ 1 മൈനസ് 0.40 0.60 എന്ന് കിട്ടി. അപ്പൊ ഖൈ എയും ഖൈ ബിയും കിട്ടി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് പി എയും പി ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കൂ, പി എയും പി എയും. പി എന്താണ്? P0A ഖൈ എ. പി ബി എന്താണ്? P0B ഖൈ ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. P0A 450 ഇൻറ്റു 0.40 180 എന്ന് കിട്ടി. P0B 700 ആണ്. 700 ഇൻറ്റു 0.60 420 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കോമ്പോസിഷനിന്റെ വേപ്പർ ഫേസ് ആണ് വേണ്ടത്. മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ദ വേപ്പർ ഫേസ് പി എ ഡിവൈഡ് ബൈ പി എ പ്ലസ് പി ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പി എ 180 ബൈ 180 പ്ലസ് 420 0.30 എന്ന് കിട്ടി. മോൾ ഫ്രാക്ഷൻ ബി ഇൻ ദ വേപ്പർ ഫേസ് പി ബി ബൈ പി എ പ്ലസ് പി ബി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് 0.30 എന്ന് കിട്ടിയാൽ ബാക്കി 1 മൈനസ് 0.30 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഫൈനലി 0.70 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റൻ ആണ്, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് 298 Kelvin is 23.8 mmHg. 50 gram of urea NH2CO NH2 is dissolved in 850 gram of water. Calculate the vapor pressure of water for this solution and its relative lowering. റിലേറ്റീവ് ലോവറിങ്ങും അതിന്റെ വേപ്പർ പ്രഷറുമാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. എന്നിട്ട് റിലേറ്റീവ് ലോവറിങ് ഫൈനലി കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിന്റെ എന്ന് പറയുമ്പോൾ P0A കൊടുത്തിട്ടുണ്ട്. പ്യുവർ എന്ന് പറയുമ്പോൾ P0A കൊടുത്തിട്ടുണ്ട് 23.8. 50 ഗ്രാം യൂറിയ, അതായത് WB കൊടുത്തിട്ടുണ്ട്. യൂറിയ എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്. അപ്പം എന്താണ് അതിനകത്ത് ആകെ പ്യുവർ സബ്സ്റ്റൻസിന്റെ മാത്രം വേപ്പർ പ്രഷറേ ഉണ്ടാവുള്ളൂ. പ്യുവർ സബ്സ്റ്റൻസിന്റെ മാത്രം വേപ്പേഴ്സ് പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ അതിന്റെ മാത്രം വേപ്പർ പ്രഷർ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് P0A മൈനസ് ഇക്വേഷൻ ഏതാണ്? P0A മൈനസ് പി എ ഡിവൈഡ് ബൈ P0A ഈക്വൽ ടു ഖൈ ബി. ഇത് പി എയുടെ അവിടെ വേണമെങ്കിൽ നമുക്ക് PS എന്നും കൊടുക്കാം. കാരണം ഇതിനകത്ത് പുറത്തേക്ക് വരുന്നത് സൊല്യൂഷന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ മാത്രമേ ഉള്ളല്ലോ. ഏതിന്റെ? ഒരു കമ്പോണന്റിന്റെ മാത്രമേ ഉള്ളൂ. P0A മൈനസ്, ഇവിടെ PS ആണ് കൊടുത്തിരിക്കുന്നത്. P0A മൈനസ് PS ഡിവൈഡ് ബൈ P0A എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് ഖൈബിയുടെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? NB ഡിവൈഡ് ബൈ NA പ്ലസ് NB എന്ന് കൊടുക്കാം. NB ഡിവൈഡ് ബൈ NA പ്ലസ് NB. ഇവിടെ നമ്പർ ഓഫ് മോൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ എന്ത് കൊടുക്കാം? WB ഡിവൈഡ് ബൈ MB all by WA by MA plus WB by MB എന്ന് കൊടുത്തു. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. P0A മൈനസ് PS ഡിവൈഡ് ബൈ P0A ഈക്വൽ ടു ഖൈ ബി. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. P0 നമുക്കറിയാം 23.8, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മൈനസ് PS കാൽക്കുലേറ്റ് ചെയ്യണം. ഡിവൈഡ് ബൈ P0A ഈക്വൽ ടു 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാണ് 0.017. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫൈനലി കിട്ടുന്നുണ്ട്? PS ഈക്വൽ ടു 23.4 mm എന്ന ആൻസർ വരുന്നുണ്ട്. 6th one, boiling point of water at 70 mm mercury is 99.63 degree. How much sucrose is to be added to 500 gram of water such that it boils at 100 degrees Celsius? എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ബോയിലിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തുമാത്രം സൂക്രോസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ടറിന്റെ സോൾവെന്റിന്റെ മാസ് ഉണ്ട്, അത് ബോയിൽ ചെയ്യുന്നത്. അപ്പം സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, പിന്നെ സോൾവെന്റിന്റെ മാസ് ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്തുമാത്രം സൊല്യൂട്ടാണ് ആഡ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് WB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഫോർമുലയാണ്? ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി. അതായത് ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു
WA. ഇതാണ് നമ്മുടെ ഫോർമുല. അതിൻ്റെ അകത്ത് ഡെൽറ്റ ടി ബി ഡയറക്റ്റ് ഇല്ല. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബി മൈനസ് T0B ആണ്. സോറി, T0B മൈനസ് TB ആണ്. T0B മൈനസ് TB ആണ്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു TB മൈനസ് T0B ആണ്. ഓക്കെ, ഇനി TB എന്ന് പറഞ്ഞത് നമ്മുടെ സൊല്യൂഷൻ്റെ ആണ്. അപ്പം 100 മൈനസ് എത്രയാണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 99.63. ഇത് പ്യുവറിൻ്റെ ആണ്, ഇത് സൊല്യൂഷൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ 100 മൈനസ് 99.63 ചെയ്യുമ്പോൾ 3.37 എന്ന് വരും. അതവിടെ അപ്ലൈ ചെയ്യുവാണ്. ഡെൽറ്റ ടി ബിയുടെ അവിടെ ഫോർമുല തിരിച്ച് WBയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത് ഡെൽറ്റ ടി ബിയുടെ അവിടെ നമുക്ക് 3.37 ഈക്വൽ ടു KB എന്ന് പറയുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.52 ആണ്. 0.52 ഇൻറ്റു WB എന്ന് പറയും, അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB മോളിക്കുലാർ മാസ് ആണ്. സൂക്രോസ് ആണ് 342. സൂക്രോസ് C12 H22 ഓയിൽ വേണം 342 ഇൻറ്റു WA 500 ഗ്രാം. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ WB എൻ്റെ ആൻസർ കിട്ടുന്നത് ഗ്രാമിലാണ് കിട്ടുന്നത്. കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. 1.11 കിലോഗ്രാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ in pascals exerted by a solution prepared by dissolving 1 gram of polymer of molar mass 185,000 in 450 ml of water at 37 degrees Celsius. ഓസ്മോട്ടിക് പ്രഷർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർമുല നമുക്കറിയാം. I is equal to N/V/RT, അതായത് CRT. N/V/RT pi equal to NB divided by V/RT. ഇവിടെ വോളിയം ലിറ്ററിലാണ്. ഇവിടെ വോളിയം ലിറ്ററിലാണെങ്കിലും തന്നിരിക്കുന്നത്, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മില്ലി ലിറ്ററിലാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു 1000 കൊടുക്കും. ഇനി നമ്പർ ഓഫ് മോൾ ഇവിടെ ഇല്ല, അപ്പം നമുക്ക് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V/RT. ഓക്കെ, pi equal to what? WB given mass 1 into 1000 divided by molecular mass ഏതാണ് എടുത്തിരിക്കുന്നത്? ഇവിടെ പോളിമർ മോളിക്കുലാർ മാസ് അവിടെ കൊടുത്തിട്ടുണ്ട് 185,000 ഇൻറ്റു വോളിയം 450 ml ആണ്. 450 ഇൻറ്റു അവിടെ പാസ്കലിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. കിലോ പാസ്കലുള്ള ഇക്വേഷൻ ആണ് 8.314. അപ്പോൾ 8.314 ഇൻറ്റു 10⁻³ പാസ്കലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇൻറ്റു ടെമ്പറേച്ചർ 37 ആണ്. 37 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 37 + 273 എന്ന് വന്ന് നമുക്ക് 310 കെൽവിൻ എന്ന് കിട്ടുന്നു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനലി 30.96 പാസ്കൽ എന്ന ആൻസർ കിട്ടും. അടുത്തത് വാൻ ഗോ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഡിറ്റർമൈൻ ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 25 mg of K2SO4 in 2 liters of water at 25 degrees Celsius assuming that it is completely dissociated. ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടത്തിയാൽ ഐയും എന്നും ഈക്വൽ ആയിരിക്കും. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടത്തിയില്ലെങ്കിലാണ് നമ്മൾ ആൽഫയൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടത്തുമെന്ന് പറഞ്ഞാൽ ഐയും എന്നും ഈക്വൽ ആണ്. അപ്പോൾ K2SO4 ആണ് എടുത്തിരിക്കുന്ന സൊല്യൂട്ട്. K2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ 2K ++ SO4 2- എന്ന് വരും. അതായത് ടോട്ടല് 3 അയോൺ. അപ്പം അവിടത്തെ ഐ വാല്യൂ 3 ആണ് വരുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഈ ഫോർമുല ഡയറക്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഐ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ pi = I ×
N/V/RT, ഇത് CRT. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. I = I3 ആണ്. നമ്പർ ഓഫ് മോൾ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് WB × 1000, വോളിയം ലിറ്ററിലാണെങ്കിൽ ×1000 ആവശ്യമില്ല, ലിറ്ററിലാണ്. അപ്പോൾ നമുക്ക് ×1000 ആവശ്യമില്ല. അപ്പോൾ 3 × WB 25 മില്ലിഗ്രാം എന്നാണ്. 25 മില്ലിഗ്രാം ഗ്രാമിലേക്ക് ആക്കുമ്പോൾ 0.025 എന്ന് വരും. ഇൻറ്റു 6 പറഞ്ഞിരിക്കുന്നത് ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ്, 0.08. 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 25 ഡിഗ്രി ആണ്. അപ്പോൾ 298 കെൽവിൻ. 298 ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം ഇവിടെ 2 ലിറ്റർ ആണ്. 2 ലിറ്റർ. ഇനി നമ്മളിവിടെ ഗിവൺ മാസ്, മോളിക്കുലർ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. മോളിക്കുലർ മാസ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൊടുത്തിരിക്കുന്നത് K2SO4 ആണ്. K2SO4ന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. K2SO4ന്റെ മോളിക്കുലർ മാസ് കിട്ടുന്നത് 174 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5.27 × 10⁻³ അറ്റ്മോസ്ഫിയർ എന്ന ആൻസർ കിട്ടും. പൈ വാല്യൂ നമ്മൾ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന ടോപ്പിക് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായി കണ്ടുമുട്ടാം. താങ്ക് യു.